നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വിദേശികൾക്ക്, പ്രത്യേകിച്ച് താൽക്കാലിക വിസകളിൽ അവിടെ കഴിയുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയൊരു തിരിച്ചടി നൽകുന്ന വാർത്തയാണ് യുഎസിൽ നിന്നും വരുന്നത്. ജോർജിയ ഉൾപ്പെടെയുള്ള യുഎസ് സംസ്ഥാനങ്ങളിൽ താൽക്കാലിക വിസകളിൽ കഴിയുന്ന വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇനി ഗ്രീൻ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ രാജ്യം വിട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആരെയൊക്കെയാണ് ഇത് ബാധിക്കുക എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഈ പുതിയ നിയമം അനുസരിച്ച് താൽക്കാലിക വിസകളിൽ യുഎസിൽ കഴിയുന്ന കുടിയേറ്റക്കാർക്ക് ഇനി രാജ്യത്ത് തുടർന്നുകൊണ്ട് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. സാധാരണയായി ഇതിനെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ പുതിയ നിയമം വഴി ഈ ആനുകൂല്യം കർശനമാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇനി മുതൽ അപേക്ഷകർ തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയ ശേഷം അവിടെയുള്ള യുഎസ് എംബസി വഴിയോ കോൺസുലേറ്റ് വഴി മാത്രമേ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനൊരു എക്സെപ്ഷൻ ഉള്ളത് വളരെ അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ രാജ്യത്തിനകത്ത് നിന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അനുവദിക്കൂ എന്നാണ്. ഇത് USCIS തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ പ്രഖ്യാപനം വന്നതോടെ വലിയ രീതിയിലുള്ള ആശങ്കയും ആശയക്കുഴപ്പവുമാണ് കുടിയേറ്റക്കാർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ജോർജിയയിലെ പ്രമുഖ ഇമിഗ്രേഷൻ അറ്റോർണിയായ അലക്സ് കോർണേജോ ഈ വിഷയത്തിൽ തന്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ഉത്തരവ് വന്നതുകൊണ്ട് യുഎസിൽ വെച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് പൂർണ്ണമായും അവസാനിച്ചു എന്ന അർത്ഥമില്ല. ഇത് അടിസ്ഥാനപരമായി USCIS ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മെമ്മോ മാത്രമാണ്. ആർക്കൊക്കെ രാജ്യത്ത് തുടർന്നുകൊണ്ട് സ്റ്റേറ്റസ് മാറ്റാൻ അനുമതി നൽകണമെന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം ഉദ്യോഗസ്ഥർക്കുണ്ടെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്തെന്നാൽ ഈ നിയമം എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരും, ഇത് എങ്ങനെ നടപ്പിലാക്കും, കൂടാതെ സർക്കാർ പറയുന്ന ഈ അസാധാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അറ്റോർണി അലക്സ് ചോദിക്കുന്നത് പോലെ എന്താണ് ഈ അസാധാരണ സാഹചര്യം എന്ന് കൃത്യമായി ആർക്കും തന്നെ അറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തത് എന്നതിന് USCIS വക്താവ് സാക് കോലർ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക നിയമങ്ങളിലെ ലൂപ്പ് ഹോളുകൾ മുതലെടുക്കുന്നത് തടയാനും നിയമവ്യവസ്ഥ കൃത്യമായി നടപ്പിലാക്കാനുമാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹം പറയുന്നത്. തങ്ങളുടെ സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുമ്പോൾ വിസ കാലാവധി കഴിഞ്ഞിട്ടും നിയമവിരുദ്ധമായി യുഎസിൽ ഒളിച്ചു താമസിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ കരുതുന്നത്. എന്നാൽ നിയമവിദഗ്ധർ ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. നിയമപരമായി എല്ലാ രേഖകളോടും കൂടി യുഎസിൽ എത്തിയവരെ പോലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഈ പുതിയ നയം രൂപീകരിച്ചത് എന്ന് അറ്റോർണി അലക്സ് പറയുന്നു. കൃത്യമായ വഴിയിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിന് തുല്യമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പുതിയ തീരുമാനം ആരെയൊക്കെയാണ് ബാധിക്കുക എന്ന് നോക്കാം. നിലവിലുള്ളതും മുൻകാലങ്ങളിലുള്ളതുമായ കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഇത് വളരെ വിപുലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. യുഎസിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ, ടൂറിസ്റ്റ് വിസയിൽ എത്തിയവർ, മറ്റ് താൽക്കാലിക വിസകളിൽ കഴിയുന്നവർ എന്നിവരെ ഇത് നേരിട്ട് ബാധിക്കും. കൂടാതെ നിയമപരമായി രാജ്യത്ത് പ്രവേശിച്ച ശേഷം വിസ കാലാവധി കഴിഞ്ഞിട്ടും ഒരു US പൗരനെ വിവാഹം കഴിച്ചവരെയോ അല്ലെങ്കിൽ ഒരു തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പ് വഴിയോ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവരെയും ഇത് ബാധിച്ചേക്കാം. അവർ ഗ്രീൻ കാർഡ് അപേക്ഷയ്ക്കായി രാജ്യം വിടേണ്ടി വരുമെന്ന് തന്നെയാണ് നിയമം പറയുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ ഇമിഗ്രേഷൻ മെമ്മോ ജോർജിയയിലെ മാത്രമല്ല യുഎസിലുടനീളമുള്ള ലക്ഷക്കണക്കിന് താൽക്കാലിക വിസ ഉടമകളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ USCIS ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.